മാറാത്തവനെ മതിയായവനെ മഹോന്നതനെ സ്തുതി നിനക്ക്. മാറാത്തവനെ മതിയായവനെ മഹോന്നതനെ സ്തുതി നിനക്ക്. ഈ പാരിടത്തിൽ നിപാദമതി, ഈ പാരിടത്തിൽ നിപാദമതി, നിക്കൂശുമതി ഈ ഏഴകൾക്ക്, നിക്കൂശുമതി ഈ ഏഴകൾക്ക്. മാറാത്തവനെ മതിയായവനെ മഹോന്നതനെ സ്തുതി നിനക്ക്. മാറാത്തവനെ മതിയായവനെ മഹോന്നതനെ സ്തുതി നിനക്ക്. അനാദ്യമല്ലൻ അടുത്തിടുമ്പോൾ ഭയം മനസ്സിൽ നിറഞ്ഞിടുമ്പോൾ, അനാദ്യമല്ലൻ അടുത്തിടുമ്പോൾ ഭയം മനസ്സിൽ നിറഞ്ഞിടുമ്പോൾ, നിന്നാമം മതി നിന്റെ രക്തം മതി, നിന്നാമം മതി നിന്റെ രക്തം മതി, നിശക്തി മതി ഈ ഏഴകൾക്ക്, നിശക്തി മതി ഈ ഏഴകൾക്ക്. മാറാത്തവനെ മതിയായവനെ മഹോന്നതനെ സ്തുതി നിനക്ക്. മാറാത്തവനെ മതിയായവനെ മഹോന്നതനെ സ്തുതി നിനക്ക്. മാറാലോകത്തിൽ നിരാശാവശം ഏകാന്തതയിൽ നീയായിരുമ്പോൾ, മാറാലോകത്തിൽ നിരാശാവശം ഏകാന്തതയിൽ നീയായിരുമ്പോൾ, രോഗം ശീലിച്ച പാപം വഹിച്ച, രോഗം ശീലിച്ച പാപം വഹിച്ച യേശുനാഥൻ ചാരേണ്ടല്ലോ, യേശുനാഥൻ ചാരേണ്ടല്ലോ. മാറാത്തവനെ മതിയായവനെ മഹോന്നതനെ സ്തുതി നിനക്ക്. മാറാത്തവനെ മതിയായവനെ മഹോന്നതനെ സ്തുതി നിനക്ക്. കാലങ്ങും നേരം വരുമ്പോ മാനമാരുത്തൻ പ്രിയൻ വരുന്നു. കാലങ്ങും നേരം വരുമ്പോ മാനമാരുത്തൻ നേരം വരുന്നു. ഭയം വേണ്ടിനി പതറേണ്ടയാ, ഭയം വേണ്ടിനി പതറേണ്ടയാ. അടുത്തില്ലയോ മാറാനില്ലയോ, അടുത്തില്ലയോ മാറാനില്ലയോ. മാറാത്തവനെ മതിയായവനെ മഹോന്നതനെ സ്തുതി നിനക്ക്. മാറാത്തവനെ മതിയായവനെ മഹോന്നതനെ സ്തുതി നിനക്ക്. കാലം കഴിയും നേരം പുലരും കാഹളനാദം കാതിൽ കേട്ടിടും. കാലം കഴിയും നേരം പുലരും കാഹളനാദം കാതിൽ കേട്ടിടും. ഒരുങ്ങിടുക തിരുസഭയെ, ഒരുങ്ങിടുക തിരുസഭയെ. മണവാളനെ എതിരേൽക്കുക, മണവാളനെ എതിരേൽക്കുക. മാറാത്തവനെ മതിയായവനെ മഹോന്നതനെ സ്തുതി നിനക്ക്. മാറാത്തവനെ മതിയായവനെ മഹോന്നതനെ സ്തുതി നിനക്ക്. 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം. അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയത് എന്ന് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും മാനത്തിനുമായി കാണുവാൻ അങ്ങനെ ഇടവരും. ജീവവചനത്തിന്റെ പ്രഭാത ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. പരിശോധനയുടെ നാളുകളിൽ എന്നൊരു വിഷയമാണ് നാം ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നത്. കൊടുപ്രഭകളെ, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന ഏത് വിശ്വാസിയുടെയും വിശ്വാസം പരിശോധിക്കപ്പെടും. ദേഹം, ദേഹി, ആത്മാവ് എന്നീ 3 ഘടകങ്ങളിലും ഒരുവന്റെ വിശ്വാസം പരിശോധിക്കപ്പെടുകയും പരീക്ഷിക്കപ്പെടുകയും ചെയ്യും. ദൈവത്തിൽ ആശ്രയിക്കുന്നവനെ ഈ പരീക്ഷിക്കപ്പെടലിൽ ദൈവം തന്നെ വിജയത്തിലേക്ക് നയിക്കും. വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയതാണ്. അത് ഒരു വിശ്വാസി ധൈര്യമായി നേരിട്ട് വിജയിക്കുമെങ്കിൽ കർത്താവിൻ്റെ പ്രത്യക്ഷതയുടെ നാളിൽ ഏറിയ പുകഴ്ചയ്ക്കും മാനത്തിനുമായി അത് നമുക്ക്
ഒരു മുതൽക്കൂട്ടാകും. പരിശോധനയുടെ നാളുകളിൽ കൂടി അടിക്കടി കടന്നു പോകേണ്ടി വരുമ്പോൾ നമ്മുടെ മാനുഷിക ബലം തീരെ നമുക്ക് നഷ്ടപ്പെടുന്നതായോ പോരാതെ വരുന്നതായോ ഒക്കെ തോന്നുന്ന നിമിഷങ്ങളിൽ ചെന്ന് എത്തിയേക്കാം. അവിടെ ഒരു വിശ്വാസി ചെയ്യേണ്ടത് തൻ്റെ ബലം പര്യാപ്തമല്ലാതെ വരുമ്പോൾ തളർന്നിരിക്കാതെ, തന്നെത്താൻ കൈവിട്ട് കളയാതെ ദൈവത്തിൻ്റെ ബലത്തിൽ തന്നെ ചാരുക, നമ്മുടെ ബലമായ കർത്താവിൽ തന്നെ ചാരുക. അപ്പോസ്തലനായ പൗലോസ് ഇതുപോലെയുള്ള നിരവധി സന്ദർഭങ്ങൾ തൻ്റെ ജീവിതത്തിൽ നേരിടേണ്ടതായി വന്നു എന്ന് തൻ്റെ എഴുത്തുകളിൽ പരാമർശിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ താൻ തകർന്നു പോകാതെ നിന്നത് കർത്താവിൽ മാത്രം ചാരിയതിനാലാണ്. കൊരിന്ത്യർ ലേഖനത്തിൽ താൻ ഇങ്ങനെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന, സഹോദരന്മാരെ, ആസിയിൽ ഞങ്ങൾക്കുണ്ടായ കഷ്ടം നിങ്ങൾ അറിയാതിരിപ്പാൻ ഞങ്ങൾക്ക് മനസ്സില്ല. ജീവനോടിരിക്കുമോ എന്ന് നിരാശ തോന്നുമാറ് ഞങ്ങൾ ശക്തിക്ക് മീതെ അത്യന്തം ഭാരപ്പെട്ടു എന്ന് നമുക്ക് വായിക്കുവാൻ കഴിയുന്നു. പ്രിയരെ, ചില പരിശോധനകളുടെ നാളുകളിൽ നാം ചെയ്യേണ്ടത് ചെയ്യുവാൻ കഴിയാത്തതായ, നാം തീർത്തും ബലഹീനപ്പെട്ടു പോകുന്ന സമയങ്ങൾ ഒരുപക്ഷെ വന്നേക്കാം. എന്നാൽ അവിടെ നാം ഒടുങ്ങിപ്പോകുവാൻ ഇടവരില്ല എന്ന് വിശ്വസിക്കണം. നമ്മുടെ ഉടയവനായ കർത്താവ് അവിടെ നമ്മെ കൈവിട്ട് കളയില്ല. നാം ആ സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകുവാൻ അനുവദിക്കുന്നത് തന്നെ തന്നിൽ നാം ആശ്രയിക്കുവാൻ, നമ്മുടെ ആശ്രയം പൂർണ്ണമാകുവാൻ നാം പ്രാപ്തരായിത്തീരുവാൻ വേണ്ടിയാണ്. ചിലപ്പോൾ നാം നേരിടുന്ന പരിശോധനകളുടെ സമ്മർദ്ദങ്ങൾ നമ്മുടെ ശരീരത്തിന് താങ്ങാൻ കഴിയുമോ എന്ന് ചിന്തിച്ചു പോകുന്ന സാഹചര്യങ്ങളൊക്കെ വന്നു ചേരാം. ഹൃദയം പൊട്ടിപ്പോകുമോ എന്ന് ചിലപ്പോൾ തോന്നിയേക്കാം. അത്രത്തോളം കഠിനമായിരിക്കും ആ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ആ നാളുകൾ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഇത് തന്നെ നേരിട്ടിട്ടുണ്ട്. ഇങ്ങനെ ഇവിടെ വായിക്കുന്നു, നിന്ന എൻ്റെ ഹൃദയത്തെ തകർത്തു, ഞാൻ ഏറ്റവും വിഷാദിച്ചിരിക്കുന്നു, വല്ലവനും സഹതാപം തോന്നുമോ എന്ന് ഞാൻ നോക്കിക്കൊണ്ടിരുന്നു, ആർക്കും തോന്നിയില്ല. ആശ്വസിപ്പിക്കുന്നവരുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരുന്നു, ആരെയും കണ്ടില്ലതാനും. സങ്കീർത്തനം 69 നമുക്ക് ഈ വേദഭാഗങ്ങൾ കാണാൻ കഴിയുന്നു. ദാവീദ് നമ്മുടെ കർത്താവിൻ്റെ അനുഭവത്തെക്കുറിച്ച് പ്രവചിച്ചിരിക്കുന്ന ഈ ഭാഗം നമ്മുടെ കർത്താവിൻ്റെ കഷ്ടാനുഭവത്തിൽ പ്രകടമായി സംഭവിച്ചു എന്ന് നമുക്കറിയാം. തൻ്റെ ശരീരത്തിനേറ്റ പീഡനങ്ങളാലും മുറിവുകളാലും കാര്യരുമ്പാണികളിൽ തൂക്കിയതിനാലുമല്ല യേശു മരിച്ചത്. തൻ്റെ പീഡാനുഭവം തന്നെ മരണത്തിലേക്ക് നയിക്കുന്നതായിരുന്നു എന്നത് സത്യമാണ്. അവൻ്റെ ഹൃദയം നിന്നയാൽ തകർക്കപ്പെട്ടിരുന്നു എന്നാണ് അവൻ്റെ മരണത്തിനുള്ള കാരണത്തെ നമുക്കവിടെ വായിക്കുവാൻ കഴിയുന്നത്. പരിശോധനകളിൽ മരിച്ചു പോകുമോ എന്ന് തോന്നുമാറുള്ള അനുഭവങ്ങളിൽ കൂടി നടത്തപ്പെടുമ്പോൾ, നിന്നയാൽ ഹൃദയം തകർക്കപ്പെടുമ്പോൾ, നമ്മുടെ സ്വന്തം ബലത്തിൽ ആശ്രയിക്കാതെ ദൈവത്തിൻ്റെ ബലത്തിൽ ആശ്രയിക്കുക. ആ സമയങ്ങളിൽ മാനുഷികമായതിൽ ആശ്രയിക്കരുത്. അത് വലിയ പരാജയത്തിനിട നൽകും. എന്നാൽ പലരും പരിശോധനകളിൽ മാനുഷികമായതിലാണ് ആശ്രയിക്കുന്നത്, സ്വന്തം ശക്തിയിലാണ് അത് നേരിടുവാൻ പലരും ശ്രമിക്കുന്നത്, നോക്കുന്നത്. അതുകൊണ്ട് പ്രിയരെ, നമ്മുടെ സ്വന്തം ബലത്തിൽ ആശ്രയിക്കുന്നതിൽ നിന്നും മാനുഷികമായവയിൽ നിന്നും നാം മാറുന്നതുവരെ ദൈവികമായതിലും ദൈവശക്തിയിലും നാം പൂർണ്ണമായി ആശ്രയിക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുന്നതുവരെ വിശ്വാസത്തിൻ്റെ പരിശോധനയുടെ സമ്മർദ്ദങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഏറിക്കൊണ്ടിരിക്കും. നമ്മുടെ ദൈവം നമ്മിൽ ലക്ഷ്യമിടുന്നത് നാം ദൈവത്തിൻ്റെ ആത്മാവിലും അവൻ്റെ ശക്തിയിലും മാത്രം ആശ്രയിക്കണമെന്നുള്ളതാണ്. പൗലോസ് അപ്പോസ്തലൻ തൻ്റെ വിശ്വാസത്തിൻ്റെ പരിശോധനയുടെ തീവ്രത വർദ്ധിച്ചപ്പോൾ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ചാരുവാൻ പരിശീലിപ്പിക്കപ്പെട്ടു. താൻ തന്നെ അതിനെക്കുറിച്ച് സാക്ഷിക്കുന്നത്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു എന്നാണ്. റോമൻ കാരാഗ്രഹം എന്ന പരിശോധനയുടെ നാളുകളിൽ താൻ സാക്ഷിച്ചത് ഇപ്രകാരമാണ്
നോക്കൂ, അതെത്ര ശക്തമായ സാക്ഷ്യമായി തീർന്നു. കൂടപ്പിറപ്പുകളെ, ദൈവം നമ്മെക്കൊണ്ട് ചെയ്യിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന ഏതൊരു കാര്യവും, ചെറുതായാലും ഏറ്റവും വലിയ കാര്യമായാലും, നമ്മുടെ സ്വന്തം ശക്തിയോ കഴിവോ മിടുക്കോ അറിവോ പരിചയമോ ഒന്നും കൊണ്ടല്ല, മറിച്ച് നമ്മെ ശക്തനാക്കുന്ന ക്രിസ്തുയേശു മുഖാന്തരം അവൻ്റെ അമിത ബലത്താൽ നമുക്കത് ചെയ്ത് പൂർത്തീകരിക്കുവാൻ കഴിയും. അതിനായുള്ള സമർപ്പണത്തിലേക്ക് നമ്മെ എത്തിക്കുന്ന വിശ്വാസത്തിൻ്റെ പരിശോധന വിലയേറിയതാണെന്ന് തിരിച്ചറിയുക. അവിടെ ആ പരിശോധനയിൽ നാം പിന്മാറിപ്പോകരുത്. കർത്താവിൽ തന്നെ ചാരുക. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല ദിവസം പ്രഭാതത്തിൽ ദൈവത്തിന് മാറ്റമില്ലാത്ത തിരുവചനം ഞങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുവാൻ ധ്യാനിക്കുവാൻ തന്ന അവസരത്തിനായി സ്തോത്രം. പരിശോധനയുടെ നാളുകളിൽ ഞങ്ങൾ പതറിപ്പോകുവാൻ പിന്മാറിപ്പോകുവാൻ ഇടയാകാതെ കർത്താവിൽ തന്നെ ചാരുവാൻ ഞങ്ങൾക്കിടയാകണമേ കർത്താവ്. ഇന്ന് പകലിലും അപ്രകാരം തന്നെ പരിശീലിപ്പിക്കപ്പെടുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ബലപ്പെടുത്തിക്കാട്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണം. മഹത്വം അങ്ങയ്ക്ക് മാത്രം അർപ്പിക്കുന്നു. സകലത് ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു കർത്താവിന് ധന്യമായ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു. ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയ വചനങ്ങളാൽ പരിശുദ്ധാത്മാവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, ശക്തീകരിക്കട്ടെ. നമ്മൾ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നതിനാൽ അവൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ. യോഗം ശീലിച്ച പാപം വഹിച്ച, യോഗം ശീലിച്ച പാപം വഹിച്ച യേശുനാഥൻ ചാരേണ്ടല്ലോ, യേശുനാഥൻ ചാരേണ്ടല്ലോ. മാറാത്തവനെ മതിയായവൻ മഹോന്നതനെ മുടി നിനക്ക്. മാറാത്തവനെ മതിയായവൻ മഹോന്നതനെ സ്തുതി നിനക്ക്. കാലങ്ങൾ നേരം വരുമ്പോ മാനമാടുത്തൻ പ്രിയൻ വരുന്നു. കാലങ്ങൾ നേരം വരുമ്പോ മാനമാടുത്തൻ നേരം വരുന്നു. ഭയം വേണ്ടിനി പതറേണ്ടയാ, ഭയം വേണ്ടിനി പതറേണ്ടയാ. അടുത്തില്ലയോ മാറാനില്ലയോ, അടുത്തില്ലയോ മാറാനില്ലയോ. മാറാത്തവനെ മതിയായവൻ മഹോന്നതനെ സ്തുതി നിനക്ക്. മാറാത്തവനെ മതിയായവനെ മഹോന്നതനെ സ്തുതി നിനക്ക്. കാലം കഴിയും നേരം പുലരും, കാഹളനാദം കാതിൽ കേട്ടിടും. കാലം കഴിയും നേരം പുലരും, കാഹളനാദം കാതിൽ കേട്ടിടും. ഒരുങ്ങിടുക തിരുസഭയെ, ഒരുങ്ങിടുക തിരുസഭയെ. മണവാളനെ എതിരേൽക്കുക, മണവാളനെ എതിരേൽക്കുക. മാറാത്തവനെ മതിയായവൻ മഹോന്നതനെ സ്തുതി നിനക്ക്. മാറാത്തവനെ മതിയായവൻ മഹോന്നതനെ